മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ജോയിന്റ് വെഞ്ചർ ട്രാൻസാക്ഷൻസ്. 4 മെത്തേഡ്സ് ആണ് ജോയിന്റ് വെഞ്ചർ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ജോയിന്റ് വെഞ്ചർ എന്താണ്. ജോയിന്റ് വെഞ്ചർ മീൻസ് ബിസിനസ് ജോയിന്റ്ലി അണ്ടർടേക്കൺ ബൈ 2 or more പേഴ്സൺസ്. 2 അതിൽ കൂടുതലോ പേര് ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, ജോയിന്റ് വെഞ്ചർ. സോ ജോയിന്റ് വെഞ്ചർ റെക്കോർഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് 4 മാർക്സിന് തിയറിയും ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രോബ്ലവും വരാറുണ്ട്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വെൻ വൺ ഓഫ് ദി വെഞ്ചറേഴ്സ് ഈസ് അപ്പോയിന്റഡ് ടു മാനേജ് ദി വെഞ്ചർ. കോ വെഞ്ചറേഴ്സിൽ ഒരാളായിരിക്കും വെഞ്ചർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് വരിക എന്ന് നമുക്ക് നോക്കാം. സോ ഒരാളാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ ആരാണോ മാനേജ് ചെയ്യുന്നത് ആ കോ വെഞ്ചറർ ഒരു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും, മറ്റ് കോ വെഞ്ചറേഴ്സിൻ്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് he will prepare a joint venture account. joint venture account എന്തിനായിരിക്കും പ്രിപ്പയർ ചെയ്യുക, ആ ഒരു വെഞ്ചറിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാനായിട്ടും ദെൻ അതർ കോ വെഞ്ചറേഴ്സിന്റെ അക്കൗണ്ട്, അതായത് അവർക്ക് ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടോ അതറിയാനായിട്ട് അവരുടെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. സോ ഫസ്റ്റ് മെത്തേഡിൽ ആരാണോ മാനേജ് ചെയ്യുന്നത് ആ കോ വെഞ്ചറർ ഒരു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും, ഒപ്പം കോ വെഞ്ചറേഴ്സിന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. Then joint venture account എന്ന് പറഞ്ഞാൽ it's a nominal account prepared to find out profit or loss from a venture. So joint venture account പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു വെഞ്ചറിന്റെ പ്രോഫിറ്റോ ലോസോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക, ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുക. സോ ഇല്ലസ്ട്രേഷൻ 1 ഒരു ക്വസ്റ്റ്യൻ നോക്കി. ജയൻ ആൻഡ് മോഹൻ entered into a joint venture in which Jayan would manage the business. They brought ₹20,000 each in cash for the venture. Jayan bought goods for ₹38,000 and sold it for ₹50,000. Expenses on the venture paid by him amounted to ₹2,000. Jayan would get a commission of 4% on sales. They share profits and losses equally. Give journal entries and ledger accounts in the books of Jayan. So Jayan ആണ് മാനേജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരാളാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഏതൊക്കെ അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്യുക, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ആൻഡ് അതർ കോ വെഞ്ചറേഴ്സ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് 2 പേരാണ്, ജയനും മോഹനും. അപ്പോൾ ജയനാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ ജയൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും, ഒപ്പം മോഹന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് നോക്കുക, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക, ഇൻകം ക്രെഡിറ്റ് ചെയ്യുക. സോ ക്വസ്റ്റ്യനിൽ നോക്കുക, ദേ ബ്രോഡ് ₹20,000 ഈച്ച് ഇൻ ക്യാഷ് ഫോർ ദി വെഞ്ചർ. അവർ 20,000 രൂപ വെച്ച് വെഞ്ചറിന് വേണ്ടി ക്യാഷ് കൊണ്ടുവന്നു. പക്ഷെ അത് നമ്മുടെ ആ ഒരു ബിസിനസിന്റെ എന്താണ് എക്സ്പെൻസോ അല്ലെങ്കിൽ ഇൻകമോ നമുക്ക് പറയാൻ പറ്റില്ല, ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്നു. ഓക്കെ, ദെൻ എക്സ്പെൻസ് തുടങ്ങുന്നത് നോക്കി, ജയൻ ബോട്ട് ഗുഡ്സ് ഫോർ ₹38,000. അപ്പോൾ ജയൻ സാധനങ്ങൾ വാങ്ങിച്ചത് എന്തായാലും നമ്മുടെ വെഞ്ചറിന്റെ എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി ഡെബിറ്റഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആരാണോ മാനേജ് ചെയ്യുന്നത് അയാളുടെ പേര് ഒരിക്കലും ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ വരില്ല, പകരം അയാളുടെ എക്സ്പെൻസ് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അയാളുടെ ഇൻകം വരുന്ന സ്ഥലത്ത് ബാങ്ക് എന്ന് ചേർക്കുക. ഓക്കെ, അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആരാണോ മാനേജ് ചെയ്യുന്നത് അയാളുടെ പേര് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ അയാളുടെ എക്സ്പെൻസ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ടു ബാങ്ക്, അയാളുടെ ഇൻകം വരുന്ന സ്ഥലത്ത് ബൈ ബാങ്ക് എന്ന് വരണം. ഓക്കെ, ഇപ്പോൾ ജയൻ ബോട്ട് ഗുഡ്സ് ഫോർ ₹38,000. നമ്മുടെ വെഞ്ചറിന് വേണ്ടിയിട്ട് ജയൻ 38,000 ഗുഡ്സ് വാങ്ങി. സോ അത് നമ്മുടെ വെഞ്ചറിന്റെ എക്സ്പെൻസ് ആണ്. ഇനി ആരാ വാങ്ങിയേ, ജയൻ. ദാറ്റ് ഈസ് ഹി ഈസ് ദ വൺ ഹൂ മാനേജസ് ദി ബിസിനസ് അല്ലേ. സോ നമുക്ക് അവന്റെ പേര് എഴുതത്തില്ല, പകരം ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 38,000 ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ. ഓക്കെ, ടു ബാങ്ക് ₹38,000. ദെൻ സെയിൽസ് എത്രയാന്ന് നോക്കിയേ, 50,000. അതും ജയൻ തന്നെയാണ്. ജയൻ ബോട്ട് ഗുഡ്സ് ഫോർ ₹38,000 ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹50,000. അപ്പോൾ ജയനാണ് സെയിൽസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരാണോ മാനേജ് ചെയ്യുന്നത് അയാളുടെ പേര് നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതത്തില്ല, പകരം സെയിൽസ് ആണ്, ഇൻകം ആണല്ലോ, ഇൻകം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ ബൈ ബാങ്ക് 50,000. ഓക്കെ, അപ്പോൾ സെയിൽസ് ഇൻകം ആണ്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അത് മാനേജ് ചെയ്യുന്ന ആളാണ് സെയിൽസ് നടത്തിയ,
സോ ബൈ ബാങ്ക് റുപ്പീസ് 50,000. ഇനി then നോക്കി എക്സ്പെൻസ് ഓൺ ദി വെഞ്ചർ പെയ്ഡ് ബൈ ഹിം 2,000. ജയൻ തന്നെയാണ് ഒരു 2,000 റുപ്പീസ് എക്സ്പെൻസും പേ ചെയ്തിരിക്കുന്നത്. സോ ടു ബാങ്ക് എക്സ്പെൻസ് 2,000. Then Jayan would get a commission of 4% on sales. ഇങ്ങനെ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജയൻ ഒരു കമ്മീഷൻ ഉണ്ട്. സെയിൽസിന്റെ 4%. ഓക്കെ, അപ്പോൾ സെയിൽസ് എത്രയാ? 50,000. അപ്പോൾ കമ്മീഷൻ എത്ര വരും? 50,000 ഇൻറ്റു 4/100. കമ്മീഷൻ 2,000. കമ്മീഷനും നമ്മുടെ വെഞ്ചറിന്റെ എക്സ്പെൻസ് ആണ്. സോ അത് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേറെ എക്സ്പെൻസോ ഇൻകമോ ഒന്നും പറയുന്നില്ല ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കണ്ടോ 8,000 റുപ്പീസ് എന്ന് വരും. അപ്പൊ അതിനെ നമ്മൾ ജയനും മോഹനുമായിട്ട് എന്ത് ചെയ്യുക? ഈക്വലി ഷെയർ ചെയ്യുക. ഈക്വലി ഷെയർ ചെയ്യാൻ കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. സോ രണ്ടു പേർക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ജോയിന്റ് വെഞ്ചർ ഓക്കെ ആണല്ലോ. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് അല്ലേ, വേർ ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. എന്തൊക്കെ ഇൻകം ഉണ്ടോ, ഇനി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് നോർമലി ചെയ്യുമ്പോൾ സെയിൽസും പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരിക ഏതെങ്കിലും എന്താണ് കോ വെഞ്ചറർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതും എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് ഉണ്ട്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബാക്കി എക്സ്പെൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ബാലൻസ് ചെയ്തു. പ്രോഫിറ്റ് രണ്ടുപേർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ. സോ ഈ ഫസ്റ്റ് മെത്തേഡില് അതായത് ഒരാളാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അയാൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും മറ്റേ ആളുടെ അക്കൗണ്ടും അല്ലെ, അതായത് ഇവിടെ ആരുടെ അക്കൗണ്ടാ? മോഹന്റെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ മോഹന്റെ അക്കൗണ്ടിൽ നോക്കിയേ, മോഹന്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ മോഹൻ ഒരു 20,000 റുപ്പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് ബൈ ബാങ്ക് റുപ്പീസ് 20,000. ഇനി അവന് ജോയിന്റ് വെഞ്ചറിന്റെ പകുതി പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ടു മോഹൻ എന്ന് പറഞ്ഞ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതിയില്ലേ. അപ്പോൾ മോഹന്റെ അക്കൗണ്ടിൽ എങ്ങനെ വരും? ബൈ ജോയിന്റ് വെഞ്ചർ 4,000. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യുക, അതാണ് ടു ബാങ്ക് 24,000. അപ്പോൾ 24,000 ആണ് മോഹന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ മോഹൻ കൊണ്ടുവന്ന 20,000ഉം അവന് നമ്മൾ ജോയിന്റ് വെഞ്ചറിന്റെ പ്രോഫിറ്റ് ഒരു 4,000 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടു ബാങ്ക് എത്രയാ? 24,000. ഓക്കെ, ഇതാണ് ജോയിന്റ് വെഞ്ചറിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. വെൻ വൺ ഓഫ് ദി കോ വെഞ്ചറർ ഇസ് അപ്പോയിന്റഡ് ടു മാനേജ് ദി വെഞ്ചർ. ഒരാളാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അയാൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും, ഒപ്പം മറ്റേയാളുടെ അക്കൗണ്ട് അതായത് അതർ കോ വെഞ്ചറിന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാനും, മറ്റേ കോ വെഞ്ചറുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ഇത്ര രൂപ ഇനി നമുക്ക് ഇങ്ങോട്ട് കിട്ടണം അതറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും കോ വെഞ്ചറുടെ അക്കൗണ്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും കോ വെഞ്ചറിന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു അല്ലേ. പക്ഷെ ക്വസ്റ്റ്യനിൽ നമുക്ക് ജേർണൽ എൻട്രീസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാമിന് ജേർണൽ എൻട്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് ശ്രദ്ധിച്ച് എഴുതുക, ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടത്തില്ല. അപ്പൊ ജേർണൽ എൻട്രി എഴുതാനായിട്ട് ഭയങ്കര ഈസിയാണ്. സാധാരണ കുട്ടികൾ ജേർണൽ എൻട്രി കാണാതെ പഠിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും കോ വെഞ്ചറുടെ അക്കൗണ്ടും എഴുതാൻ ഈസി അല്ലേ ഇത്? ക്വസ്റ്റ്യനിൽ നോക്കി എക്സ്പെൻസ് എന്ത് ചെയ്യുക? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ഇൻകം ക്രെഡിറ്റ് ചെയ്യുക. ഇനി മറ്റേ കോ വെഞ്ചറുടെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അയാളുടേതായിട്ട് വരുന്ന ഇൻകവും എക്സ്പെൻസും മാത്രം എന്ത് ചെയ്യുക? അവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജേർണൽ എൻട്രി ഭയങ്കര ഈസിയാണ്. നോക്കിയേ, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അല്ലേ, അപ്പോൾ അതിന്റെ ഡെബിറ്റ് സൈഡ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, ഒരു നറേഷൻ കൂടെ എഴുതുക, ബീയിങ് ഗുഡ്സ് ബോട്ട് അല്ലെ. ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, ബീയിങ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ജയൻ. ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ. നോക്കിയപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ട് നോക്കി നമുക്ക് ഈസി ആയിട്ട് ജേർണൽ എൻട്രി എഴുതാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ, ബീയിങ് സെയിൽസ് മെയ്ഡ്. ദെൻ മോഹന്റെ അക്കൗണ്ട് നോക്കി, മോഹൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അല്ലെ, 24,000, the amount paid on final settlement. Then by bank അല്ലെ, അപ്പോൾ ഇങ്ങനെ വരും ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു മോഹൻസ് അക്കൗണ്ട്. എത്രയാ വരുന്നത്? 20,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു മോഹൻസ് അക്കൗണ്ട് 20,000 അയാൾ കൊണ്ടുവന്ന എമൗണ്ട് ആണ്. ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു മോഹൻ. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു മോഹൻ എന്ന് പറയുമ്പോൾ ഏത് എമൗണ്ടാണ് വരുന്നത്? അയാളുടെ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ
ഓരോ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് അതിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ആണെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, joint venture account debtor to bank expense, then joint venture account debtor to commission, joint venture account debtor to P&L account, then joint venture account debtor to Mohan. ഇവിടെയും കണ്ടോ, ജയന്റെ പേര് ഒരിടത്തും വരത്തില്ല, പകരം പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എഴുതിയത് അവന്റെ പേരിന് പകരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക. ജേണൽ എൻട്രി കൂടെ എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. Then first method in the practical problem ആണ്. Question നോക്കി, X and Y entered into a joint venture in which Y would manage the entire affairs. അപ്പോൾ ആരാ മാനേജ് ചെയ്യുന്നത്? Y. ഓക്കെ, സോ Y ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും എക്സിന്റെ അക്കൗണ്ടും. ക്ലിയർ ആണല്ലോ. They brought ₹12,000 each in cash for the venture. അവർ 12,000 rupees വെച്ചിട്ട് വെഞ്ചർ തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ വരത്തില്ല, അവരുടെ പേഴ്സണൽ അക്കൗണ്ട്സിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ദെൻ വൈ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹22,000. ഇവിടെ മാനേജ് ചെയ്യുന്ന ആൾ വൈ അല്ലേ, അപ്പോൾ വൈ ആണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുന്നത്. സോ എന്തായാലും എക്സ്പെൻസ് എന്ത് ചെയ്യണം, നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പക്ഷെ വൈയുടെ പേര് എഴുതത്തില്ല, പകരം ടു ബാങ്ക് 22,000. ഓക്കെ, അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടു ബാങ്ക് 22,000 വൈയുടെ എക്സ്പെൻസ് ആണ്. ഓക്കെ, ദെൻ സ്പെൻഡ് ₹2,000 ഫോർ എക്സ്പെൻസ്. വൈ തന്നെ ഒരു 2,000 rupees ഒരു ഫർദർ എക്സ്പെൻസ് അയാളുടെ കയ്യിൽ നിന്നായിട്ടുണ്ട്. നോക്കിയേ, ടു ബാങ്ക് 2,000. ഓക്കെ ആണോ? ദെൻ Y sold the goods on behalf of the venture for ₹30,000. ഇപ്പോൾ Y ആണ് സെയിൽസ് നടത്തിയേക്കുന്നത്. എത്ര രൂപയ്ക്കാണ് സെയിൽസ് നടത്തിയ? 30,000. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക. സോ സെയിൽസ് എന്താ? ഇൻകം അല്ലേ? സോ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ആരാ സെയിൽസ് നടത്തിയിരിക്കുന്നത്? മാനേജ് ചെയ്യുന്ന ആളല്ലേ. സോ അവിടെ നമ്മൾ വൈയുടെ പേര് എഴുതത്തില്ല, പകരം ബൈ ബാങ്ക് 30,000 സെയിൽസ് എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ അതിനു വേണ്ടി അയാൾക്ക് ഒരു കമ്മീഷൻ ഉണ്ട്, 5% ഓൺ സെയിൽ. സോ 30,000ന്റെ 5%, 1,500 വൈയുടെ കമ്മീഷൻ ആണ്. വൈ ആണ് മാനേജ് ചെയ്യുന്നത്. സോ അവിടെയും വൈയുടെ പേര് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. സോ ടു കമ്മീഷൻ 1,500, അതായത് സെയിൽസിന്റെ 5%. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള എക്സ്പെൻസും ഇൻകവും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക അല്ലെ. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 4,500 rupees ആണ് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. അതിന് നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യണം? ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദേ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. സോ ഈ 4,500നെ എക്സിനും വൈക്കുമായിട്ട് നമ്മൾ ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വൈയുടെ പേര് അവിടെയും എഴുതത്തില്ല, പകരം എന്തെഴുതും? ടു P&L അക്കൗണ്ട്. എക്സിൻ്റെത് എക്സ് എന്ന് തന്നെ എഴുതാം, 2x. അപ്പോൾ 4,500നെ നമ്മൾ രണ്ടു പേർക്കുമായിട്ട് ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മെത്തേഡിൽ ഒരാളാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ ഹി വിൽ പ്രിപ്പയർ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ആൻഡ് കോ വെഞ്ചറേഴ്സ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആരുടെ അക്കൗണ്ടാ? എക്സിന്റെ അക്കൗണ്ട്. അപ്പോൾ എക്സിന്റെ അക്കൗണ്ടിൽ എക്സ് കൊണ്ടുവന്ന 12,000 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലേ, ദേ ബ്രോട്ട് ₹12,000 ഈച്ച് ഇൻ ക്യാഷ്. സോ എക്സ് കൊണ്ടുവന്ന 12,000 ബൈ ബാങ്ക് 12,000. ദെൻ എക്സിന്റെ എന്തെങ്കിലും എക്സ്പെൻസോ ഇൻകമോ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ലല്ലോ. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു 2,250. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക ബൈ ജോയിന്റ് വെഞ്ചർ 2,250. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക ടു ബാങ്ക് 14,250. ഇതെന്ന് പറയുന്നത് എമൗണ്ട് പെയ്ഡ് ഓൺ ഫൈനൽ സെറ്റിൽമെന്റ്. ഓക്കെ, അപ്പോൾ ഈ 14,250 എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതുക? ഈസിയാണ്. ലെഡ്ജർ അക്കൗണ്ട് നോക്കുക. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് ഗുഡ്സ് ബ്രോട്ട്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എക്സ്പെൻസ്, ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ, ബീങ് എന്താണ്? കമ്മീഷൻ അല്ലേ. ഓക്കെ, then bank account debtor to joint venture being sales made, then X account debtor to bank, amount paid on final settlement, then bank account debtor to X, എത്രയാ? 12,000 അല്ലേ, അയാൾ കൊണ്ടുവന്ന 12,000. ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ പ്രോബ്ലംസ് ചെയ്യുക.
അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എസ്ഐക്കും ചോദിക്കാം 4 മാർക്സിനും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് മെത്തേഡൊക്കെ സാധാരണ 4 മാർക്സിനാണ് ചോദിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്താണെന്നും തിയറി ചോദിക്കാറുണ്ട് കേട്ടോ 2 മാർക്സിന്. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് അല്ലേ, ഒരു നോമിനൽ അക്കൗണ്ട് ആണ് വേർ ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. ഇനി എന്തിനാ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി വെഞ്ചർ. വെഞ്ചറിൽ നിന്നുള്ള പ്രോഫിറ്റോ ലോസോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്.